ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യ കണ്ണി പിടിയിൽ. തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താനാണ് ആന്ധ്രാപ്രദേശ് അതിർത്തിയിൽ നിന്ന് പിടിയിലായത്. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത് സുൽത്താൻ എന്ന് എക്സൈസ് പറയുന്നു. കേരളത്തിൽ ഇടപാട് നടത്തിയത് തസ്ലീമ വഴി എന്നാണ് എക്സൈസ് സംഘം ഇപ്പോൾ വിശദീകരിക്കുന്നത്. മനീഷ് മഹിവാൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, അപ്പോൾ ഈ കഞ്ചാവ് മലേഷ്യയിൽ നിന്ന് എത്തിക്കുന്നത് സുൽത്താൻ എന്നാണോ എക്സൈസ് പറയുന്നത്? ഉന്മേഷ, അതായത് ഈ തസ്ലീമ സുൽത്താനയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നുള്ള വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. പക്ഷേ എവിടെ നിന്നാണ് ഈ ഉറവിടം എന്നുള്ള കാര്യം തസ്ലീമ പലതവണ ചോദ്യം ചെയ്തിട്ടും എക്സൈസിൽ നൽകിയിരുന്നില്ല. പക്ഷേ ഈ ഫോറൻസിക് നിലവിൽ ഈ ഫോണ് വിദഗ്ധ പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ എക്സൈസിന് ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സുൽത്താനെ സംബന്ധിച്ചുള്ള വിവരം എക്സൈസിന് ലഭിക്കുന്നത്. അതായത് ഈ തസ്ലീമ സുൽത്താനയുടെ ആദ്യ ഭർത്താവാണ്, മുൻ ഭർത്താവാണ് ഈ സുൽത്താൻ. ഇയാൾ ചെന്നൈയിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുകയാണ്. ഇലക്ട്രോണിക് ഷോപ്പിന്റെ മറവിൽ ഇയാൾക്ക് MDMA-യുടെയും ഒപ്പം തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ രാസലഹരിയുടെയും ഒക്കെ തന്നെ വിൽപ്പനയുണ്ട്. ഇത് ഇയാൾ മലേഷ്യയിൽ നിന്നാണ് ഇയാൾക്ക് എത്തിച്ചു നൽകിയത്. അതും മറ്റൊരാൾ വഴിയാണ് മലേഷ്യയിൽ നിന്ന് ഇയാൾക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കിട്ടിയതെന്നാണ് നിലവിൽ എക്സൈസിന്റെ അനുമാനം. ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യ തസ്ലീമ സുൽത്താന കേരളത്തിൽ എക്സൈസിന്റെ പിടിയിലായതിന് പിന്നാലെ ഇയാൾ ചെന്നൈയിൽ നിന്ന് മുങ്ങി തമിഴ്നാട് ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിന്റെ അതിർത്തിയിൽ ഒരു പ്രദേശത്ത് ഒളിവിൽ താമസിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഇയാളുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ആലപ്പുഴ എക്സൈസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഒരു സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാവുകയും അവിടെ ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ ഇയാളെ ലൊക്കേറ്റ് ചെയ്യുകയും ഇന്നലെ രാവിലെയോടുകൂടിയാണ് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സംഘവും തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ ചെന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇയാൾ ഈ മൊത്ത വിൽപ്പനക്കാരനാണ്. രാജ്യത്തെ, അതായത് ഈ തെക്കൻ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വലിയ മൊത്ത കച്ചവടക്കാരനാണ് ഈ സുൽത്താൻ എന്ന് കൂടി അറിയുന്നു. ഈ ഇടപാട് നടത്തിയത് ഇപ്പോൾ ഈ 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയുടെ സുൽത്താനയുടെ കൈവശം കൊടുത്തുവിട്ടത്. അതിൽ 3 കിലോ പിടികൂടിയിട്ടുണ്ട്. 3 കിലോയ്ക്ക് ഏകദേശം 2 കോടിയോളം രൂപ വില വരും. ഇത് പിടികൂടിയിട്ടുണ്ട്. ബാക്കി 3 കിലോ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം എക്സൈസിന് ലഭിച്ചിട്ടില്ല. 3 ദിവസമാണ് തസ്ലീമ സുൽത്താൻ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈ വഴി എത്തി കൊച്ചിയിൽ താമസിച്ചത്. ഈ 3 ദിവസം പെൺവാണിഭവും ഒപ്പം തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കച്ചവടം നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങളുടെ ബന്ധങ്ങൾ കൂടിയാണ് അന്വേഷിക്കേണ്ടത്. അടുത്ത ദിവസം തന്നെ നടൻ ശ്രീനാഥ് ഭാസിക് ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി എക്സൈസ് നോട്ടീസ് നൽകും. ഉന്മേഷ്, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.